വീണ തൈക്കണ്ടി കാരക്കോണം മെഡിക്കൽ കോളേജിന് എന്ത് സർവീസാണ് നൽകിയത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഷെൽ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് പണം നൽകിയ കമ്പനികളിലേക്കും വ്യക്തികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണയുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കീഴിലുള്ള CSI കാരക്കോണം മെഡിക്കൽ കോളേജിനും SFIO നോട്ടീസ് നൽകി. വീണയുടെ കമ്പനിയുമായി നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടിന്റെയും വിശദാംശങ്ങളാണ് ഹാജരാക്കുവാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടത്തിയ ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. SFIOയുടെ ചെന്നൈയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ K. പ്രഭുവാണ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ P. തങ്കരാജിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അഡ്മിഷൻ കോഴ, ഹവാല ഇടപാടുകൾ, സീറ്റ് മെട്രിക്സ് അട്ടിമറി, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നീ കേസുകളുമായി ബന്ധപ്പെട്ട് അനേകം കേസുകളും വിവാദങ്ങളും നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് CSI ഇൻസ്റ്റിറ്റ്യൂഷൻസ്, CSI കോളേജ് ഓഫ് നഴ്സിംഗ്, ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. ഈ സ്ഥാപനങ്ങളുടെ പേരിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കുവാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2017-2018 സാമ്പത്തിക വർഷത്തിലാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതായി കാണുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ SFIO പരിശോധിച്ചിരുന്നു. ഇതനുസരിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടുകളാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം. സാധനങ്ങളോ സേവനങ്ങളോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പുകളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് 217 ക്ലോസ് 2 പ്രകാരമാണ് SFIO ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 15 വൈകിട്ട് 5 മണിക്ക് മുമ്പായി മേൽപ്പറഞ്ഞ വിശദാംശങ്ങൾ നൽകണം എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം കൈപ്പറ്റിയ അതേ രീതിയിലാണ് എക്സാലോജിക്കും പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മറ്റ് കമ്പനികളിലേക്കും അന്വേഷണം SFIO വ്യാപിപ്പിച്ചിരിക്കുന്നത്. മകളുടെ കടലാസ് കമ്പനിയിലേക്ക് പണം വാങ്ങി വഴിവിട്ട് പല ഇടപാടുകളും നടത്തിക്കൊടുക്കുകയാണ് വിജയൻ ചെയ്തിട്ടുള്ളത്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ SICU വിദ്യാർത്ഥികളുടെ സംവരണം അട്ടിമറിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കോടികളുടെ സീറ്റ് കച്ചവടം നടത്തിയിരുന്നു. ഇപ്രകാരം സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ചത് കണ്ടിട്ടും രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇതിന് മണിക്കൂറുകൾക്കുള്ളിൽ അനുമതി നൽകിയത്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് ധർമ്മരാജ റസാലം, ബെനറ്റ്, കാരക്കോണം മെഡിക്കൽ കോളേജ് ഇവർക്കെതിരെ കോഴ മേടിക്കൽ, സീറ്റ് കച്ചവടം, ഹവാല ഇടപാടുകൾ, അധ്യാപന നിയമന കച്ചവടം തുടങ്ങിയ നിരവധി പരാതികൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഇവർക്കെതിരെ യാതൊരു നടപടികളും എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ തീവട്ടി ബിഷപ്പിനും ഇവരുടെ ശിങ്കടികൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കുന്നതും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. അവിടെ പ്രതിഷേധവുമായി എത്തുന്ന വിശ്വാസികളെ വരെ പോലീസ് അടിച്ചോടിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള ഉപകാരസ്മരണയായാണ് വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ നൽകിയത്. SFIOയുടെ നോട്ടീസിന് എന്ത് മറുപടിയാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയതെന്ന് വ്യക്തമല്ല. അതേസമയം കാരക്കോണം മെഡിക്കൽ കോളേജിന് പുറമെ മറ്റ് സ്ഥാപനങ്ങൾക്കും വീണയുടെ കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സാലോജിക് സൊല്യൂഷൻസും KSIDCയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് SFIO തുടർ നടപടിയിലേക്ക് കടന്നത്. മുഖ്യമന്ത്രിയുടെ പുന്നാരമകളെ അകത്താക്കാനുള്ള എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ട് എന്ന് സാബു ജേക്കബ് ഒരു സമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. SFIO പക്ഷേ ഇത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അറിയുവാൻ സാബു ജേക്കബിനെയും ഉടൻ വിളിപ്പിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.